ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ്. കയ്യിൽ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ കസിൻ ഇട്ട് തന്നതാണ്. ഒരുപാടൊന്നും ഇടാൻ പറ്റിയില്ല, ഋതു ഉള്ളതുകൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം പറ്റുന്ന അത്ര ഇട്ടിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നു. രാവിലെ ആയപ്പോൾ കഴുകി കളഞ്ഞു. പിന്നെ രാവിലെ പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. മുടി ഞാൻ ഒരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കെട്ടിയ ഫ്ലോപ്പ് ആവും. പിന്നെ മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡി ആയിട്ട് കാണാം. ബൈ. ഇപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ അമ്മാമ്മയും മാമിയും മാമനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഓഡിറ്റോറിയം. അപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ മുടി കെട്ടാൻ സലൂണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് വീഡിയോ ഞാൻ നേരത്തെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുടിയൊക്കെ കെട്ടി ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലോട്ടാണ് പോകുന്നത്. ഞാൻ വേറെ ഇതേക്കുന്നത് ഷറാറ ആയതുകൊണ്ട് അതിന് റോസോ ജിപ്സോ കുറച്ച് വാങ്ങിച്ചു വെക്കാന്നാണ് കരുതിയത്. തലേന്ന് ചിത്തിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് പൂവൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ പോയി വാങ്ങാമെന്ന് വെച്ചു. അവനിന്ന് രാവിലെ എല്ലായിടും ഓടി നടന്നിട്ട് പൂവൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടത് റോസ അല്ലെങ്കിൽ റെഡ് റോസ അല്ലെങ്കിൽ കുറച്ച് ജിപ്സ്, ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവസാനം കയറി ഒരു കടയിൽ മഞ്ഞ റോസ ഉണ്ടെന്ന് പറഞ്ഞു. ഈ മഞ്ഞ മഞ്ഞ, പിന്നെ അത് വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ അതായിരുന്നു കേട്ടോ ഞാൻ വെച്ചത്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആയിരുന്നേ സാന്ദ്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ സാന്ദ്രയുടെ ഡ്രസ്സ്. ഇത് നമ്മുടെ കൊല്ലത്ത് ആർക്കേന്നാണ് എടുത്തത്. സാന്ദ്രയുടെ ഫ്രണ്ട്സും ഒക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. പിന്നെ നമ്മുടെ ചെറുക്കനും കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എൻട്രി ആണ് ഈ കാണുന്നത്. പിന്നെ അവർക്ക് ഫോട്ടോഗ്രാഫേഴ്സ് ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് പെണ്ണിൻ്റെ എൻട്രി ആണ്. ആ സമയം ആയപ്പോഴത്തേനും നമ്മൾ സോങ് ഒക്കെ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് സോങ് സെലക്ട് ചെയ്തത് ഞാൻ തന്നെ ആയിരുന്നേ. ഈ ഒരു പാട്ടിനോട് ഈ ഒരു എൻട്രി നല്ല രീതിക്ക് മാച്ചായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ചിത്തിയും പിന്നെ അവളുടെ കൊച്ചച്ഛനും കൂടെ ആയിരുന്നു അവളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു സോങ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ നമുക്ക് കൺഫ്യൂഷനായി ഏതിടണമെന്ന്. പിന്നെ മൊത്തത്തിൽ ഉണ്ണിക്കുട്ടനെ അങ്ങ് ഏൽപ്പിച്ചു. പിന്നെ അവനാണ് ബാക്കിയുള്ളതെല്ലാം സെറ്റാക്കിയത്, സോങ്സ് എല്ലാം. ഇതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൊടയൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കുറേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലാണ് ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നത്. ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നേരെയുള്ള ഫോട്ടോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻഗേജ്മെന്റ് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് അവരൊരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. നമ്മളെല്ലാവരും ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നേ. ഫുഡ് അടിയാണല്ലോ. ഞാൻ ചോറുണ്ണാൻ കയറിയപ്പോൾ എനിക്ക് പപ്പടം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയൊക്കെ കയറിയപ്പോൾ അമ്മയ്ക്കൊക്കെ 2 പപ്പടം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സദ്യ ഒരു ആവറേജ് ആയിരുന്നു. സദ്യക്ക് സാധാരണ പപ്പടം വിളമ്പുമ്പോൾ ഞാൻ ലാസ്റ്റ് വരെയും വെക്കും കേട്ടോ. പകുതി പരിപ്പിൻ്റെ കൂടെ എടുത്തിട്ട് പകുതി ലാസ്റ്റ് പായസത്തിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനായിട്ട് വെക്കും. ഈ പ്രാവശ്യം പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴവും കൂട്ടിയാണ് ലാസ്റ്റ് പായസം കഴിച്ചത്. എനിക്ക് ഈ അടപ്രഥമൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പൈനാപ്പിൾ പായസം വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നല്ല മധുരമായിരുന്നു. ഈ പഞ്ചാമൃതത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മളല്ലാതെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരുന്ന നാട്ടുവർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം വന്നവരെല്ലാവരും അപ്പോഴത്തേന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാ കസിൻസ് എല്ലാം കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലീസ് ഫുള്ളായിട്ട് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.